പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിച്ചതുമായ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് എത്തിയല്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരണം. ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മാതാവിനോടും സകല വിശുദ്ധരോടും ദൂതന്മാരും തിരുസഭ മുഴുവനോടും ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പരിശുദ്ധ മാതാവിനോട് ചേർന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിലെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മള് ജൂലൈ 3 ദുഃഖാന തിരുനാള്, സെന്റ് തോമസ് ഡേ നമ്മളിന്ന് നമ്മുടെ ദേവാലയങ്ങളിൽ നമ്മളിന്ന് ആഘോഷിച്ചു. ഈ ദുഃഖാന തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് വായിച്ച തിരുവചന ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യങ്ങൾ. അതിലെ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ടുള്ള പ്രസക്തമായ ഒരു 2 വാക്യങ്ങൾ മാത്രം വായിക്കുന്നു. മുഴുവൻ ഭാഗം വായിക്കേണ്ട ആവശ്യമില്ല. പ്രസക്തമായ 2 വാക്യങ്ങൾ. തോമസ് പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈവയ്ക്കുകയും ചെയ്തിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്നവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, എന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. വിശ്വാസിയാകാതെ വിശ്വസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഈശോനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരെങ്കിലും ഒരാളാരെങ്കിലും 1-2 പേര് ഒന്ന് മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ സഹായകരമായിരിക്കും. കാരണം അല്ലെങ്കിൽ ഞാനിങ്ങനെ ഏകപക്ഷീയമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിത് കേൾക്കുന്നുണ്ടോ എന്ന് തന്നെ എനിക്ക് അറിയാൻ പറ്റാതെ വരും. നമുക്ക് ഒരു പ്രതികരണം ഉള്ളത് നല്ലതായിരിക്കും. ആരെങ്കിലും ഒരാൾ 1-2 പേര് ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നവര് പ്രതികരിച്ചാൽ നന്നായിരിക്കും. പ്രൈസ് ദി ലോർഡ്. തോമസ് പറഞ്ഞ ഒരു നിർബന്ധ ബുദ്ധിയാൽ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവന്റെ പാർശ്വത്തിൽ കൈവയ്ക്കുകയും ചെയ്തിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല. ഒന്നാമത്തെ ഒരു കാര്യം, ഒരു കൂട്ടായ്മയിലാണ് തോമസ് ലീഹായ്ക്ക് ഒരു ദൈവാനുഭവം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് തോമസ് ലീഹായ്ക്ക് ആദ്യം മറ്റ് ശിഷ്യന്മാർ യേശുവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിക്കാതെ പോയി? കാരണം തോമസ് ആ കൂട്ടായ്മയിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കൂട്ടായ്മയുടെ ഒരു വലിയ പ്രാധാന്യത്തെ ഇവിടെ കർത്താവ് നമുക്ക് കാണിച്ചു തരികയാണ്. മനുഷ്യൻ എപ്പോഴും ഒരു കൂട്ടമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ദൈവം. അതുകൊണ്ടാണ് ആദ്യം മാതാപിതാക്കൾ ആദത്തെ സൃഷ്ടിച്ചപ്പോൾ ആദത്തിന് ഒരു കൂട്ട് വേണം എന്ന് ദൈവം ആഗ്രഹിച്ചു. അപ്പോൾ ഒരു കൂട്ടായ്മ, ഇത് മനുഷ്യർക്ക് എല്ലാവർക്കും ദൈവം കൽപ്പിച്ചിട്ടുള്ളതാണ്.
നമുക്കൊരു കൂട്ടായ്മ വേണം. ഒരു കൂട്ടായ്മയില്ലാതെ ഏകനായി ഒരു മനുഷ്യന് ഒരിക്കലും കാര്യമായിട്ടൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ഈ കസ്മാറ്റിക് ആധ്യാത്മികതയിൽ തന്നെ നമുക്കൊരു കൂട്ടായ്മയില്ല എങ്കിൽ നമുക്കൊരിക്കലും ഒരു ആത്മീയ മുന്നേറ്റം ഒരിക്കലും സാധ്യമാകത്തില്ല. നമുക്കറിയ ഒരു വലിയ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീക്കുണ്ടത്തിൽ നിന്ന് ഒരു തീക്കട്ട അയാൾ പുറത്തു ചാടി, ഒരു തീക്കട്ട പുറത്തു ചാടി. എന്നിട്ട് ഈ തീക്കട്ട പറയുകയാണ്, ഞാൻ ഒറ്റയ്ക്കിരുന്ന് കത്തിക്കൊള്ളാം. ഞാൻ ഒറ്റയ്ക്കിരുന്ന് കത്തിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ തീക്കട്ട എത്ര നേരം ഇരുന്ന് ഒറ്റയ്ക്ക് കത്തും. അതിനൊരു പരിധിയുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ തീക്കട്ട തനിയെ കെട്ടുപോകും. എന്നാൽ ഇങ്ങനെ കെട്ടുപോയ തീക്കട്ടയാണെങ്കിൽ പോലും അതിനെ വീണ്ടും ആ തീക്കുണ്ടത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ കരിക്കട്ട പോലും അത് വീണ്ടും ജ്വലിക്കുവാനായിട്ട് കാരണമായി തീരും. അതുപോലെ നമുക്ക് ഒറ്റപ്പെട്ട ഒരു ആധ്യാത്മികത ഒരിക്കലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. എന്നാൽ ഒരു കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. ഒരു കൂട്ടായ്മ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആധ്യാത്മികതയിൽ മുന്നോട്ട് പോകത്തുള്ളൂ. ഇപ്പോൾ ഒരു കുടുംബത്തിലാണെങ്കിൽ ആ കുടുംബത്തിൽ ഒരു നല്ല കൂട്ടായ്മ ഉണ്ടാകണം. എങ്കിലേ ആ കുടുംബം, ഇപ്പൊ എല്ലാവരും അവനവന്റെ ഇഷ്ടം എന്നുള്ള രീതിയിൽ ഒരു ഒറ്റപ്പെട്ട തുരുത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ അതൊരു കുടുംബമാകത്തില്ലല്ലോ. നമുക്കറിയാം അതൊരു ഒരു വാടക വീട് പോലെയായി, ഒരു ലോഡ്ജ് പോലെയായി. നമുക്കൊരു കൂട്ടായ്മ വേണം. ഒരു ഇടവക തലത്തിൽ നമുക്കൊരു കൂട്ടായ്മ വേണം. ഏത് മേഖലയിലാണെങ്കിലും നമുക്കൊരു കൂട്ടായ്മ വേണം എന്നുള്ളതിന്റെ ആവശ്യകതയെ കുറിച്ച് കർത്താവ് നമുക്ക് ഇവിടെ ഊന്നി പറയുകയാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ തോമാശ്ലീഹ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച്, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണണം, എന്റെ പാർശ്വത്തിൽ എന്റെ കൈവയ്ക്കണം, അവന്റെ ആ മുറിവുകളിൽ ഞാൻ വിരലിടണം. എന്നിട്ട് ഈ 8 ദിവസങ്ങൾക്ക് ശേഷം ഈശോ വീണ്ടും ഈ ശിഷ്യന്മാരുടെ കൂട്ടായ്മയിൽ വെച്ച് തോമസിനെ കാണുമ്പോൾ ഈശോ പറഞ്ഞ അതേ വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കിയേ. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. തോമസ് പറഞ്ഞ അതേ വാക്കുകൾ ഈശോ ആവർത്തിക്കുക. തോമസ് എന്താ പറഞ്ഞത്? അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈ വയ്ക്കുകയും ചെയ്തിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല. അതേ വാക്കുകള് ഈശോ ആവർത്തിക്കുന്നത് കേട്ടോ. ഈശോ ആവർത്തിക്കുകയാണ്. തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, എന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പറയുന്ന വാക്കുകൾ അത് വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസം കൂടാതെ കർത്താവ് കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു വലിയ സത്യം ഇതിലൂടെ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ എന്നാവെല്ലാം പറഞ്ഞു, നമ്മള് നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അതെല്ലാം കർത്താവ് അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. തോമസ് പറഞ്ഞ വാക്കുകൾക്ക് ഒരു വ്യത്യാസവും കൂടാതെ ഒരിക്കൽ പറഞ്ഞു, 8 ദിവസത്തിന് ശേഷമാണ് ഈശോ വീണ്ടും ആ ശിഷ്യന്മാരെ കാണുന്നത്. 8 ദിവസത്തിന് ശേഷം കാണുമ്പോൾ ആ പറഞ്ഞ വാക്കുകൾക്ക് ഒരു വ്യത്യാസവും കൂടാതെ ഈശോ അത് തോമസിനോട് ആവർത്തിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയുന്ന വാക്കുകൾ അത് നല്ലതായാലും ചീത്തയായാലും എല്ലാം കർത്താവ് കേൾക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. നമ്മുടെ വാക്കുകൾ വളരെ വളരെ ശ്രദ്ധിക്കണം. ഈശോയ്ക്ക് കേൾക്കാൻ പറ്റുന്ന വാക്കുകൾ വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈശോ തോമസിനോട് പറഞ്ഞൊരു കാര്യം, നീ അവിശ്വാസിയാക്കാതെ വിശ്വാസിയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നീ എന്നെ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു, എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമുക്കൊരു കാര്യം കണ്ടത് കൊണ്ട് വിശ്വസിക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ്.
അതിനെ വാസ്തവത്തിൽ നമുക്ക് വിശ്വാസം എന്ന് വിളിക്കാൻ തന്നെ സാധ്യമാവില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് ഒരു വസ്തു നമ്മൾ കണ്ടു, അതവിടെ ഉണ്ട് എന്ന് പറയുവാനായിട്ട് നമുക്കൊരു വിശ്വാസത്തിന്റെ ആവശ്യമില്ല. വാസ്തവത്തിൽ നമുക്കൊരു കാര്യം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു, ഒരു നന്മ നമ്മുടെ കയ്യിൽ കിട്ടി, അത് കിട്ടിക്കഴിഞ്ഞിട്ട് ദൈവത്തിന് നന്ദി പറയാനായിട്ട് നമുക്ക് വിശ്വാസത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി, നമ്മൾ നാളുകളായിട്ട് പ്രാർത്ഥിച്ച ഒരു വിഷയത്തിന് മറുപടി കിട്ടിക്കഴിഞ്ഞിട്ട് കർത്താവിന് നന്ദി പറയാനായിട്ട് അതിന് പ്രത്യേകിച്ച് വിശ്വാസത്തിന്റെ ആവശ്യമൊന്നുമില്ല. അതെയോ? ഓക്കെ, ഞാൻ ഒന്നുകൂടെ നോക്കാം. ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആകുന്നുണ്ടോ? ക്ലിയർ ആണോ? കേൾക്കാം. ഓക്കെ. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ എന്താ പറ്റിയത് കേട്ടോ. ഞാൻ എന്റെ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യാം, എന്നിട്ട് സംസാരിക്കാം. വീഡിയോ ഒന്ന് ഓഫ് ചെയ്യാം. കേട്ടെ. ചില ഡിവൈസുകളുടെ ഒക്കെ അത് മ്യൂട്ട് ചെയ്യാത്തതുകൊണ്ട് മറ്റു ശബ്ദങ്ങളൊക്കെ കയറി വരുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു സംഗതി നമ്മൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം കർത്താവിന് നന്ദി പറയുക, അതിന് വാസ്തവത്തിൽ വിശ്വാസത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അത് വാസ്തവത്തിൽ നമ്മളൊരു സാക്ഷ്യം പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചു, ഇന്ന കാര്യം എനിക്ക് കിട്ടി എന്ന് പറയുന്നത് അതൊരു സാക്ഷ്യം പറച്ചില്ല, അതൊരു വിശ്വാസത്തിന്റെ പ്രഘോഷണമല്ല. വിശ്വാസത്തിന്റെ പ്രഘോഷണം എന്ന് പറയുന്നത് നമ്മൾ ഒരു സംഗതി നമ്മൾ കണ്ടില്ലെങ്കിൽ പോലും ദൈവം അതെനിക്ക് സാധിത്യമാക്കി തന്നു എന്നുള്ള ആ പ്രഖ്യാപനമാണ്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ളൊരു ബോധ്യമാണ്. ഉദാഹരണത്തിന് നമുക്ക് ഒരു ക്രൈസിസ് വന്നു, അപ്പൊ ആ ക്രൈസിസ് വരുമ്പോൾ ആ ക്രൈസിസിന് ഒരു പരിഹാരം നമുക്ക് ലഭ്യമായി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നിടത്താണ്, അങ്ങനെ ഒരു നിലപാടെടുക്കുന്നിടത്താണ് നമ്മുടെ വിശ്വാസത്തിന് പ്രസക്തി ഉണ്ടാവുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഉള്ള ഒരു സംഗതി ഉണ്ട്, അതവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട്, അത് വിശ്വസിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു വിശ്വാസത്തിന്റെ ആവശ്യമൊന്നുമില്ല. അതവിടെ ഉള്ളതാണ്, അത് നമ്മുടെ ഒരു സാക്ഷ്യമാണ്, നമ്മുടെ ഒരു ഏറ്റുപറച്ചിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ശൂന്യമായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഉണ്ടെന്ന് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അവിടെ നമുക്കൊരു വിശ്വാസത്തിന്റെ ആവശ്യമുണ്ട്. നമ്മുടെ പോക്കറ്റിൽ കാശൊന്നുമില്ല, പോക്കറ്റ് കാലിയാ. അങ്ങനെ പോക്കറ്റ് കാലിയായിട്ടിരിക്കുമ്പോഴും ഇത് യാഥാർത്ഥ്യം അതാണ്, കാലിയാണെന്നുള്ളതാണ്. പോക്കറ്റിലൊന്നും ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അല്ല, നമ്മുടെ ബാങ്കിലെ അക്കൗണ്ടിൽ 10 പൈസ ഇല്ല എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്റെ പോക്കറ്റിൽ പൈസ ഉണ്ടെന്ന് പറയാൻ സാധിക്കണമെങ്കിൽ എന്റെ ആവശ്യങ്ങളിൽ ഒന്നിലും ഒരു മുടക്കം വരത്തില്ലെന്ന് പറയാൻ, യെസ്, എന്റെ ആവശ്യങ്ങളൊന്നും മുടങ്ങത്തില്ലെന്ന് പറയാൻ, എനിക്ക് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ലെന്ന് പറയാൻ, അതിന് നമുക്കൊരു വിശ്വാസം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്, നമുക്ക് എല്ലാം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ട് കർത്താവിന് നന്ദി പറയാനായിട്ട്, അതിന് വാസ്തവത്തിൽ പ്രത്യേകിച്ചൊരു നന്ദി പറച്ചിലിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം അതൊരു ജസ്റ്റ് ഒരു സാക്ഷ്യം പറച്ചിൽ മാത്രം. എന്നാൽ ഒന്നുമില്ലായ്മയുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ, സാഹചര്യങ്ങൾ മുഴുവൻ നമുക്ക് എതിരായിട്ട് നിൽക്കുമ്പോൾ, എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്, എന്റെ ദൈവം എന്നെ സഹായിക്കും, എന്റെ ദൈവം എന്നെ കൈവിടത്തില്ല എന്ന് പറയാൻ, ഒരു നിലപാടെടുക്കാൻ നമുക്ക് വിശ്വാസത്തിന്റെ ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കൊരു
നമുക്ക് ഏത് പ്രതികൂലത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ, ഏത് തകർച്ചയുടെ നടുവിൽ നിൽക്കുമ്പോൾ എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് പറയാൻ, ഒരു നന്മയ്ക്കും എനിക്ക് കുറവ് വരത്തില്ലെന്ന് പറയാൻ, ഓരനുഗ്രഹത്തിനും എനിക്ക് കുറവ് വരത്തില്ലെന്ന് പറയാൻ നമുക്ക് വിശ്വാസത്തിന്റെ ആവശ്യമുണ്ട്. ഇന്നൊരു പക്ഷെ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായിരിക്കും. കയ്യിൽ 10 പൈസ കാണത്തില്ല, ഒരുപാട് ആവശ്യങ്ങൾ മുമ്പിൽ നിൽക്കുന്നു, ഒരു വഴിയും മുമ്പിൽ കാണുന്നില്ല, പ്രതീക്ഷിച്ച വാതിലുകൾ മുഴുവൻ അടഞ്ഞും പോയി. ആ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും കർത്താവ് എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവത്തില്ല, എന്റെ ദൈവം എന്നെ നടത്തും എന്ന് പറയാൻ, എന്റെ കർത്താവ് എന്നെ സഹായിക്കും എന്ന് പറയാൻ നമുക്ക് വിശ്വാസത്തിന്റെ ആവശ്യമുണ്ട്. Praise the Lord. Hallelujah. Glory to Jesus. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കുന്ന വിശ്വാസമാണ്. ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് കിട്ടുമ്പോഴാണ്, ആ ഒരു വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ നിറയുമ്പോഴാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു ഫെയ്ത്ത് നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുക. ഏത് പ്രതികൂലത്തിന്റെ നടുവിലും എന്റെ ദൈവം എന്നെ കൈവിടത്തില്ല, എനിക്ക് ദോഷമായിട്ടൊന്നും സംഭവിക്കത്തില്ല, എല്ലാം എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് പറയുവാൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ ദൈവവിശ്വാസം വേണം. ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ്, ഈശോയുടെ സാന്നിധ്യം നമ്മുടെ അകത്ത് വെളിപ്പെടുമ്പോഴുണ്ടാകുന്ന ആ ദൈവത്തിന്റെ വിശ്വാസം. ദൈവത്തിന്റെ വിശ്വാസം നമ്മളിൽ രൂപപ്പെടുന്നതാണ് ദൈവവിശ്വാസം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കലൊരു മിഷണറി ഫാമിലി അവര് ഇംഗ്ലണ്ടിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് പോവുകയാണ്. അവരുടെ നാട്ടിലുണ്ടായിരുന്ന വീടും ബസ്സും ഒക്കെ കൊടുത്ത് സമ്പത്തൊക്കെ അവർ ദരിദ്രർക്ക് വിതരണം ചെയ്ത് അതിനുശേഷം അവര് ഇനിയുള്ള കാലം സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് മധ്യവയസ്കരായിട്ടുള്ള ആൾക്കാരാണ്. രണ്ടുപേര് ഒരു 60 വയസ്സും 55 വയസ്സും ഒക്കെയുള്ള ഒരു ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേര്. അവര് കപ്പലിൽ ഫ്ലൈറ്റ് ഒന്നും ആയിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തില് അവര് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം രാവിലെ ഈ ഭർത്താവ് അദ്ദേഹം വാഷ്റൂമിലായിരിക്കുന്ന സമയത്ത്, അദ്ദേഹം ആ സമയത്ത് പ്രഭാതകർമ്മങ്ങൾക്ക് ശേഷം ഈ കത്രിക ഉപയോഗിച്ച്, സിസർ ഉപയോഗിച്ച് തന്റെ താടി രോമങ്ങൾ വെട്ടി ഒതുക്കിക്കൊണ്ട് നിൽക്കും. ആ സമയത്ത് കപ്പലിൽ ഒരു അറിയിപ്പുണ്ടായി. കപ്പലിലെ അറിയിപ്പ് ഇതായിരുന്നു: ഈ കപ്പൽ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നു, കപ്പലിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും തന്നെ വേഗത്തിൽ രക്ഷപ്പെടാനായിട്ട് നിങ്ങളുടെ ലൈഫ് ബോട്ടുകൾ പുറത്തിറക്കി, ലൈഫ് ബോട്ടുകളിൽ നിങ്ങൾ രക്ഷപ്പെടാനായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ശ്രമിക്കണം. നമ്മുടെ ഈ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കപ്പൽ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു അറിയിപ്പ് കേട്ടപ്പോൾ ഈ ഭാര്യ തന്റെ ഭർത്താവിനെ അവര് വിളിക്കുകയാണ്. അദ്ദേഹം വാഷ്റൂമിലാണ്. വാഷ്റൂമിന്റെ കഥയിൽ വിളിച്ചിട്ട് പറഞ്ഞു, മനുഷ്യനെ വേഗം ഇറങ്ങി വാ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം, ഒരു അപകട വാർത്ത നമ്മൾ കേട്ടിരിക്കുന്നു. ഇദ്ദേഹം വളരെ ശാന്തനായിട്ട് ഈ വാഷ്റൂമിൽ നിന്ന് പുറത്തിറങ്ങി വന്നു. അദ്ദേഹം ഈ ഭാര്യ പറഞ്ഞു, എത്രയും പെട്ടെന്ന്, നമുക്ക് ഒട്ടും വെയിറ്റ് ചെയ്യാൻ സമയമില്ല, കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നമ്മൾ ലൈഫ് ബോട്ടിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഈ ഭർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ആ കത്രിക ഭാര്യയുടെ കഴുത്തിന് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഈ കത്രിക ഉപയോഗിച്ച് ഇപ്പോൾ ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോ ഈ ഭാര്യ പറഞ്ഞു, എന്റെ മനുഷ്യനെ, ഇത് തമാശ പറയാനുള്ള സമയമല്ല, നിങ്ങൾ തമാശകളെ, ഇത് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. ഉടനെ ഇദ്ദേഹം അവളെ കുറച്ചുകൂടെ ബലമായിട്ട് അങ്ങോട്ട് പിടിച്ചിട്ട് ഈ കത്രികയുടെ അഗ്രം അവളുടെ കഴുത്തിൽ അല്പം ബലത്തെ ഇങ്ങനെ അവളുടെ ആ കഴുത്തിൽ കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞു, തമാശ പറഞ്ഞതല്ല, ഞാൻ ഇപ്പം നിന്നെ കൊല്ലാൻ പോവുകയെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണ്. ഉടനെ ഈ ഭാര്യ പറഞ്ഞു, എന്റെ മനുഷ്യനെ, ഞാൻ 10-30 വർഷമായി നിങ്ങളുടെ കൂടിയിട്ട് ഇതുവരെ നിങ്ങൾ എന്നെ ഒന്ന് അടിക്കുകയോ ഒന്ന് നുള്ളി നോവിക്കുകയോ പോലും നിങ്ങൾ ചെയ്തിട്ടില്ല.
ഒരു ചീത്തവാക്ക് പോലും നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല ഇതുവരെ. അങ്ങനെയുള്ള നിങ്ങളും ഇപ്പൊ എന്നെ കൊല്ലുവെന്നു ചുമ്മാ തമാശ കളഞ്ഞിട്ട് പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു. ഉടനെ ഇദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, എടീ, നീ എന്റെ കൂട്ടത്തിൽ കൂടിയിട്ട് ഒരു 10-30 വർഷമായിട്ടുള്ളൂ. ഈ 30 വർഷത്തിനോടിടയിൽ ഞാനുമായിട്ടുള്ള സംസർഗത്തിലൂടെ നിനക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ നിനക്ക് ദോഷമായിട്ടൊന്നും ഞാൻ ചെയ്യത്തില്ലെന്നുള്ള വിവരം. നിന്റെ നാശത്തിനായിട്ട്, നിന്റെ തകർച്ചയ്ക്കായിട്ട്, നിന്നെ കൊല്ലുക പോയിട്ട് നിന്നെ ഒന്ന് നുള്ളിപ്പോലും ഞാൻ നോവിക്കത്തില്ലെന്നുള്ള കാര്യം ഈ കഴിഞ്ഞ 10-30 വർഷത്തെ ഞാനുമായിട്ടുള്ള ബന്ധത്തിലൂടെ നിനക്കത് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ ജനിച്ച നാള് മുതൽ ഇന്നോളം, സ്തോത്രം, ഇന്ന് വരെ എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്യാത്ത എന്റെ കർത്താവ് നമുക്ക് ദോഷമായിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നു? നമുക്ക് നാശത്തിനായിട്ട് എന്തെങ്കിലും? അവിടെ നീ ഭയപ്പെടണ്ട, നീ ഭാരപ്പെടണ്ട. കപ്പലൊന്നും വെള്ളം കയറത്തൊന്നുമില്ലെന്നേ, ഒന്നും മുങ്ങത്തൊന്നുമില്ലെന്നേ, ഒന്നും അസ്വസ്ഥപ്പെടേണ്ട ആവശ്യമില്ലെന്നേ. ദൈവം നമ്മളെ സഹായിക്കാനുണ്ടല്ലോ. ലൈഫ് ബോട്ട് ഇറക്കണമെങ്കിൽ ഇറക്കാം. നമുക്ക് ലൈഫ് ബോട്ടിൽ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഒന്നും നിരാശപ്പെടണ്ട, ഒട്ടും ഭാരപ്പെടണ്ട, ഒട്ടും നമ്മൾ അസ്വസ്ഥപ്പെടണ്ട. കാരണം നമുക്ക് നാശത്തിനായിട്ട് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ലാത്തത്. എൻ്റെ 60 വർഷത്തെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്ന് വരെ എൻ്റെ ദൈവം എനിക്ക് ദോഷത്തിനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും എനിക്ക് നാശത്തിനായിട്ട് വന്നിട്ടില്ല. എൻ്റെ തകർച്ചയ്ക്കായിട്ട്, ആത്യന്തികമായിട്ട് എൻ്റെ തകർച്ചയ്ക്കായിട്ട് ഒന്നും വന്നിട്ടില്ല. എല്ലാം എൻ്റെ നന്മയ്ക്കായിട്ട് മാത്രമേ വന്നിട്ടില്ല. ആ ദൈവം നമ്മളെ നശിപ്പിക്കാനായിട്ട് ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് നീ സമാധാനമായിട്ടിരിക്കാൻ പറയും. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് തോമാസ്ലീഹായെ പോലെ കർത്താവിനെ തൊട്ടറിയുന്ന ഒരു വിശ്വാസം ഉണ്ടാകണം. തൊട്ടറിയുന്നത് അത് തോമാസ്ലീഹായുടെ ഒരു ബന്ധബുദ്ധിയായിരുന്നു. കർത്താവിനെ തൊട്ടറിയണം. ചുമ്മാ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്ന ഒരു ഫെയ്ത്ത് അല്ല. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം സാധിച്ചു കിട്ടിയതിന്റെ പേരിലുള്ള വിശ്വാസമല്ല. കാര്യം സാധിച്ചു കിട്ടത്ത് വിശ്വസിക്കാനാണെങ്കിൽ വാസ്തവത്തിൽ അതിന് കർത്താവിന്റെ അടുക്ക പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഈശോയുടെ അടുക്ക അതല്ല, കർത്താവിന്റെ അടുക്ക ചെല്ലണം നിർബന്ധമൊന്നുമില്ല. ഒരു കാര്യം സാധിച്ചു കിട്ടാനാണെങ്കിൽ ഞാൻ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം. ഈ അമൃതാനന്ദവയുടെ അടുത്ത് പോയ കാര്യങ്ങൾ സാധിച്ചു കിട്ടും. ശബരിമല അയ്യപ്പന്റെ അടുത്ത് പോയ കാര്യങ്ങൾ സാധിച്ചു കിട്ടും. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയ തൃശ്ശൂർ ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാല് അവിടെ ചാത്തൻ സഭാമഠങ്ങളുണ്ട്. അങ്ങനെയുള്ള ചാത്തന്മാരുടെ അടുക്ക ചെന്നാലും ഒരു സംശയം വേണ്ട, കാര്യങ്ങൾ ഉറപ്പായിട്ടും നമുക്ക് സാധിച്ചു കിട്ടിയിരിക്കും. എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ഭക്താഭ്യാസങ്ങളൊക്കെ കാണിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ഇന്ന പ്രാർത്ഥന ഇത്ര നാളെ ചൊല്ലിക്കഴിഞ്ഞാല് ഞാൻ പോയി ഒരു ഉടമ്പടി എടുത്താല്, ഞാൻ അത് ചെയ്താല് ഇത് ചെയ്താല് എനിക്ക് കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും. ഒരു സംശയം വേണ്ട, കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും. പക്ഷെ അതല്ല ക്രിസ്തീയ വിശ്വാസം. നമ്മുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നതല്ല, സാധിച്ചെടുക്കുന്നതല്ല ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. ക്രിസ്തീയ വിശ്വാസം വാസ്തവത്തിൽ ഒരു വ്യക്തിയോടുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. യേശുക്രിസ്തു എന്ന വ്യക്തിയോടുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശുവിനോടുള്ള ബന്ധമാണ്. യേശുവിനോടുള്ള ഒരു ബന്ധം, കർത്താവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ, അത് നമുക്കുണ്ടാകുന്നില്ല എങ്കിൽ വാസ്തവത്തിൽ മറ്റ് മതവിശ്വാസങ്ങളും ക്രിസ്തീയ വിശ്വാസവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാര്യമായ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. കാരണം എല്ലാ മതങ്ങളും നന്മ ചെയ്യാൻ പഠിപ്പിക്കുന്നു. ഒരു മതവും തിന്മ ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നില്ല. ചിലപ്പോൾ നമുക്ക് തോന്നാം, ഇപ്പൊ ഈ ഇസ്ലാമിലെ തീവ്രവാദികള് അവര് നിരപരാധികളെ വെടിവെച്ച് കൊല്ലുന്നു, ബോംബ് പൊട്ടിച്ച് കൊല്ലുന്നു, നിരപരാധികളുടെ കഴുത്തറക്കുന്നു. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരത് അവരുടെ നന്മയ്ക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ലോകം മുഴുവൻ ഇസ്ലാമിനെ കൊണ്ട് നിറയ്ക്കുക, കാഫറുകളെ മുഴുവൻ കൊന്നുകളയുക, മറ്റ് മതവിശ്വാസികളെ മുഴുവൻ കൊന്ന് ഇല്ലാതാക്കുക, എന്നിട്ട് ലോകം മുഴുവൻ ഇസ്ലാമിനെ കൊണ്ട് നിറയ്ക്കുക. അവർക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ 72 ഹൂറികൾ അവിടെ കാത്തിരിപ്പുണ്ട്, മദ്യം ഒഴുകുന്ന പുഴയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം
ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അവരത് ചെയ്യുന്നത്, അവരങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഒരു മതവും ഇസ്ലാമിന്റെ വിശ്വാസപ്രകാരം കൊലയും ഒക്കെ നന്മയാണത്. അവരുടെ കാഴ്ചപ്പാടിൽ അത് നന്മയാണ്. എന്തിനു വേണ്ടി? മതം വളർത്താൻ വേണ്ടി നന്മ ചെയ്യുകയാണ്. അപ്പൊ ഒരു മതവും മനുഷ്യനെ അതിൻ്റെയുമായിട്ട് തിന്മ ചെയ്യാൻ പഠിപ്പിക്കുന്നില്ല, നന്മ ചെയ്യാൻ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. എല്ലാവരും അയൽക്കാർക്ക് നന്മ ചെയ്യണം. ഇപ്പോ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, അത് നമ്മുടെ പ്രമാണങ്ങളുടെ ഒരു സംഗ്രഹമായിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെ? 10 പ്രമാണങ്ങളുടെ സംഗ്രഹമാണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. എന്നാൽ ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് നിന്റെ അയൽക്കാരനെ നീയായി തന്നെ കാണണം. നിന്റെ അയൽക്കാരനെ നീയായി തന്നെ കാണണം. ബൈബിള് പഠിപ്പിക്കുന്നത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ഗീത പഠിപ്പിക്കുന്നത് നിന്റെ അയൽക്കാരനെ അവൻ നീ തന്നെയാണ്. ആ അയൽക്കാരൻ നീ തന്നെയാണ്. ബൈബിൾ സത്യത്തിൽ നിന്റെ അയൽക്കാരന്റെ ആവശ്യങ്ങളും കൂടെ നീ പരിഗണിക്കണമെന്നാ പറയുന്നത്. നിന്റെ അയൽക്കാരന്റെ ആവശ്യങ്ങൾ കൂടി നീ പരിഗണിക്കണമെന്ന് പറയുമ്പോൾ ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് ആ അയൽക്കാരൻ തന്നെ നീ തന്നെയാണ് ആ അയൽക്കാരൻ. അപ്പൊ നോക്കിയ ഒരു നെല്ലറ തൂക്കത്തിന് മുന്നിൽ നിൽക്കുന്നത് ബൈബിൾ പറയുന്നതാണോ വാസ്തവത്തിൽ ഗീത പറയുന്നതാണോ? ഗീത പറയുന്നതാണ് ബൈബിളിനേക്കാൾ ഒരു പണത്തൂക്കം കൂടുതൽ മുൻപിൽ നിൽക്കുന്നത് ഗീതയിൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് നന്മ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും, തിന്മ ചെയ്താൽ നരകത്തിൽ പോകും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നു. ക്രിസ്തുമതം മാത്രമല്ല, എല്ലാ മതങ്ങളും അങ്ങനെയൊക്കെ തന്നെ പഠിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള മതവിശ്വാസങ്ങളിൽ നിന്നെല്ലാം ക്രൈസ്തവ വിശ്വാസത്തെ വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ക്രൈസ്തവ വിശ്വാസം ഒരു വ്യക്തിയോടുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. സോ ക്രൈസ്തവ വിശ്വാസം യേശു എന്ന വ്യക്തിയോടുള്ള ഒരു ബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പഴയ നിയമത്തിൽ പോലും നമുക്ക് അങ്ങനെയുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ഒന്നും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കത്തില്ല. പഴയ നിയമത്തിലും ഇതൊക്കെ തന്നെ. നല്ലവരായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്മ പ്രതിഫലമായിട്ട് കിട്ടും. അതല്ല തിന്മയാണ് തിന്മ ചെയ്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് തിന്മ പ്രതിഫലമായിട്ട് കിട്ടും. അത്രേ ഉള്ളൂ. പഴയ നിയമത്തിന്റെ ഉള്ളടക്കം എന്നൊക്കെ പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അത് എല്ലാ മതഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നത് പോലെ തന്നെ, ഒരു വ്യത്യാസവുമില്ല. എല്ലാം പഠിപ്പിക്കുന്നത് ഒരുപോലെ തന്നെയാണ്. എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ബൈബിൾ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, നമുക്ക് ഈശോ എന്ന വ്യക്തിയോടുള്ള കൂട്ടായ്മയാണ്, ആ ബന്ധമാണ്. അതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആണിക്കൽ എന്ന് പറയുന്നത്. നമ്മളിന്ന് അതുകൊണ്ടാണ് ഇന്ന് നമ്മള് ലേഖനം വായിച്ചത്. ഇന്ന് പള്ളിയില് ലേഖനം വായിച്ചത് അതാന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇന്ന് ലേഖനം വായിച്ചത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? രാവിലെ പള്ളി പോയിരുന്നോ? എല്ലാവരും പള്ളി പോയിട്ടുണ്ടാവുമല്ലോ നിശ്ചയമായിട്ടും. അപ്പൊ ഇന്ന് രാവിലെ പള്ളിയിൽ വായിച്ച സുവിശേഷം ഏതാന്ന് നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തില് തോമാസ് ലീഗയുടെ സംശയമാണ് സുവിശേഷമായിട്ട് വായിച്ചത്. എന്നാൽ ലേഖനം വായിച്ചത് ഏത് ലേഖനമാണെന്ന് പറയുന്നവർക്ക് ഒരു സമ്മാനം തരാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ്. അപ്പൊ മാർട്ടിനൊരു സമ്മാനമുണ്ട്. ഓക്കെ, എഫേസ്യസ് ലേഖനത്തിൽ നിന്നാണ് നമ്മൾ വായിച്ച 19 മുതലുള്ള വാക്യങ്ങൾ. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു.
കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വലിയൊരു മർമ്മം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുക. നിങ്ങൾ അന്യരും പരദേശികളുമല്ല, നിങ്ങൾ വഴിയെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരല്ല, നിങ്ങൾ അടിമകളല്ല, മറിച്ച് നിങ്ങൾ വിശുദ്ധരുടെ സഹപൗരന്മാരും ദൈവ ഭവനത്തിലെ അംഗങ്ങളുമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് കൽപ്പിച്ചത് തന്നിരിക്കുന്ന ആ പദവി, ഒരുപക്ഷെ ഈ ലോകത്തിലെ നമ്മുടെ കുടുംബം വലിയ അറിയപ്പെടുന്ന കുടുംബമൊന്നും ആയിരിക്കത്തില്ല. ഒരു എന്താ പറയാ, ഒരു പേരും പ്രശസ്തിയോ ഒന്നുമുള്ള വലിയ കുടുംബം, വലിയ തറവാട്ടോ മഹിമ ഒന്നും ഉള്ളവരൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ കർത്താവ് ഒരു ദൈവ പൈതലിന് നൽകിയിരിക്കുന്ന പദവി ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങൾ വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല്, മൂലക്കല്ലെന്ന് പറയുമ്പോ മൂലയ്ക്ക് വെക്കുന്ന കല്ലെന്നുള്ള അർത്ഥത്തിലല്ല. അല്ലെങ്കിൽ നമ്മള് ഈ വീടിന് തറക്കല്ലിടുമല്ലോ, ആദ്യം ഒരു തറക്കല്ലിടും ഇല്ലേ? നമ്മൾ പുതിയൊരു വീട് പണിയുമ്പോൾ ഇടവകയിലെ വികാരിയച്ഛനെയൊക്കെ വിളിച്ച് വെഞ്ചരിപ്പിച്ച് നമ്മൾ കുരിശടയാളമൊക്കെ പതിപ്പിച്ചിട്ടുള്ള ഒരു കല്ല് നമ്മൾ വെക്കാറുണ്ട്. അങ്ങനത്തെ ഒരു കല്ലല്ല. അങ്ങനെ ആ ഒരു കല്ലിനെ കുറിച്ചല്ല വാസ്തവത്തിൽ ബൈബിളിൽ ഈ മൂലക്കല്ല് എന്ന് പറഞ്ഞിരിക്കുന്നത്. ബൈബിളിലെ മൂലക്കല്ല് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ്, ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യം ഇങ്ങനെയാണ്. റോമൻ വാസ്തു വിദ്യ പ്രകാരം ഈ അന്നത്തെ ആ കാലഘട്ടത്തിലെ കെട്ടിടങ്ങളൊക്കെ പണിയുമ്പോൾ ഈ സെന്റർ പോയിന്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കല്ലുണ്ടാവും. അതിന്റെ ചുറ്റോട് ചുറ്റും ഇങ്ങനെ പണിതുയർത്തും. വലിയ സ്തൂപങ്ങളൊക്കെ പണിയുന്നത്, അങ്ങനെ ദേവാലയത്തിന്റെ മകിടമൊക്കെ പണിയുന്നത്, അതായത് ചുറ്റും ഒരു റൗണ്ട് ആയിരിക്കും, അതിന്റെ നടുവിൽ ഒരു തൂണ്. ആ നടുവിലുള്ള തൂണുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ചുറ്റിലുമുള്ള കല്ലുകൾ മുഴുവൻ വൺ ബൈ വൺ ആയിട്ട് എല്ലാം അടുക്കി പോയിരിക്കുന്നത്. ഈ നടുക്കുള്ള ഒരൊറ്റ തൂണുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അത് ഒരൊറ്റ കല്ലായിരിക്കും, ഒരൊറ്റ കല്ലിൽ പണിതായിരിക്കും. അപ്പം ഈ റോമൻ വാസ്തുവിദ്യ പ്രകാരം അല്ലെങ്കിൽ അവരുടെ കെട്ടിട നിർമ്മാണ രീതിക്ക് അനുസരിച്ച് അന്നത്തെ കാലഘട്ടത്തിലെ മൂലക്കല്ല് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ കെട്ടിടത്തെ മുഴുവൻ താങ്ങി നിർത്തുന്ന ആ ഒരു സ്തൂപമാണ്. അതിനെക്കുറിച്ചാണ് ഈ മൂലക്കല്ല് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഈ കെട്ടിടത്തിന്റെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ട ഈ ആ കെട്ടിടത്തിന്റെ അതിന്റെ മൂലക്കല്ല് ക്രിസ്തുവാണ്. കണ്ടോ? അതെന്താണ് പറഞ്ഞത്? ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ, ഈ മൂലക്കല്ലിൽ ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുന്നു. ആ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ക്രിസ്തു മൂലക്കല്ലായി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ നമ്മുടെ ജീവിതത്തിന്റെ സെന്റർ പോയിന്റായി, നമ്മുടെ ജീവിതത്തിന്റെ സകല കാര്യങ്ങളും ക്രിസ്തുവിനെ ചുറ്റിപ്പറ്റിയായിരിക്കണം. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് ചേർന്ന് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ മൂലക്കല്ല് മാറ്റിയാൽ, ഈ കെട്ടിടത്തിന്റെ ഒക്കെ പ്രത്യേകത, മൂലക്കല്ല് ഇളക്കി കഴിഞ്ഞാൽ, മൂലക്കല്ലിന് സ്ഥാനചലനം സംഭവിച്ചാൽ, മൂലക്കല്ല് അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ കെട്ടിടം മുഴുവൻ നിലംപൊത്തിപ്പോകും. ഈ ഒരൊറ്റ മൂലക്കല്ല് മാറ്റിയാൽ മതി. ആ സെന്ററിലുള്ള മൂലക്കല്ല് മാറ്റിയാൽ കെട്ടിടം മുഴുവൻ നിലംപൊത്തും. ഈ മൂലക്കല്ലിനോട് ബന്ധപ്പെട്ടാണ് ഈ കെട്ടിടം മുഴുവൻ പണിതുയർത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വിശ്വാസ ഭവനം മുഴുവൻ പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് ക്രിസ്തു എന്ന മൂലക്കല്ലിനോട് ബന്ധപ്പെടുത്തിയ, അതുപോലെയാണ്
കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ മീൻസ് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വാക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും ഇതുപോലെ അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി. ഹല്ലേലൂയ. ഇതാണ് ഈ നമുക്കൊരു കർത്താവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ, കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് പ്രവേശിച്ച് അവനോടുള്ള ബന്ധത്തിൽ, ആ കൂട്ടായ്മയിൽ നമ്മൾ വളരണം. വാസ്തവത്തിൽ ക്രൈസ്തവ വിശ്വാസ ജീവിതം മുൻപോട്ട് പോകേണ്ടത് കർത്താവിനോടുള്ള ബന്ധത്തിൽ, പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ദൈവത്തിന്റെ വാസം, ദൈവം വസിക്കുന്ന ഇടം. ദൈവം വസിക്കുന്ന ഇടം ഏതാ? ദേവാലയം, ദൈവത്തിന്റെ ആലയം. ദൈവാലയം, ദൈവത്തിന്റെ ആലയം. പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി, ദൈവം വസിക്കുന്ന ഇടമായി നിങ്ങളും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എന്നോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രി പറയുകയാണ്, പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി, ദൈവം വസിക്കുന്ന ഇടമായി നമ്മളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പണി പൂർത്തിയാകത്തില്ല. പണി പൂർത്തിയാകുന്നത് എപ്പോഴാണ്? പണി പൂർത്തിയാകുന്നത് അത് കർത്താവ് നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു സാന്നിധ്യമായി എപ്പോൾ നമുക്ക് അത് ഫുൾഫിൽ ആകുക എന്ന് പറഞ്ഞാൽ അത് അവസാനത്തിൽ നിത്യതയിൽ കർത്താവിനോട് ചേരുമ്പോഴാണ് അതിന്റെ പണി മുഴുവൻ, അതിന്റെ ലാസ്റ്റ് ഫിനിഷിങ്ങും പൂർത്തിയാകുന്നത്. അതാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നുണ്ട്, 1 തെസ്സലോനിക്ക 5:23, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കട്ടെ. കർത്താവിന്റെ വീണ്ടും വരവിൽ, കർത്താവിന്റെ വീണ്ടും പ്രത്യക്ഷതയിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണമായിരിക്കട്ടെ. അതിന്റെ ആ പണി മുഴുവൻ ഫിനിഷ് ആകുന്നത് വാസ്തവത്തിൽ കർത്താവിന്റെ വീണ്ടും വരവിലാണ്. നമ്മൾ കർത്താവിനോട് കൂടെ എടുക്കപ്പെടുമ്പോഴാണ്. അപ്പൊ അതുവരെയും ഈ പണി നടന്നുകൊണ്ടിരിക്കുക. എന്തിന്റെ പണി? ദേവാലയത്തിന്റെ പണി. ദേവാലയത്തിന്റെ പണി. ഇപ്പൊ ഈ ദേവാലയം ഏതാ? ഈ ദേവാലയം എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. 1 കൊരിന്ത്യർ 6:16, നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ്. നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ്. പ്രൈസ് ദി ലോർഡ്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ്. അടുത്തത് 1 കൊരിന്ത്യർ 6:19, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവേൻ. എവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്നാ പറഞ്ഞത്? നിങ്ങളുടെ ശരീരത്തിൽ. ആ ശരീരത്തിന്റെ പ്രത്യേകത എന്താ? നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് എന്ത്? നിങ്ങളുടെ ശരീരം ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവേൻ. വീണ്ടും പത്രോസ്ലീഹായും തന്റെ ലേഖനത്തിൽ അത് തന്നെ ആവർത്തിക്കുന്നുണ്ട്. 1 പത്രോസ് 3:15, ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. അപ്പൊ ഈ വചനമെല്ലാം നമ്മളോട് ആവർത്തിച്ച് ഉറപ്പിച്ചു പറയുന്നത് ദൈവത്തിന്റെ ആലയം, ദൈവാലയം, അത് വാസ്തവത്തിൽ ആരാണ്? ആ ആലയം നമ്മളാണ്. പ്രൈസ് ദി ലോർഡ്. ആ ആലയം നിങ്ങൾ തന്നെ. പ്രൈസ് ദി ലോർഡ്. ആ ആലയം നിങ്ങൾ തന്നെ. നിങ്ങളാണ് ആ ആലയം. നിങ്ങളാണ് ദൈവത്തിന്റെ ആലയം. നിങ്ങളാണ്. അത് മറന്നു പോകരുത്. ഞാനും നിങ്ങളുമാണ് ദൈവത്തിന്റെ ആലയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിടത്ത് പറപ്പൻ തന്റെ മകന് ഒരു നല്ല വീട് നിർമ്മിച്ചു കൊടുത്തു. അപ്പന്റെ
ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവൻ അപ്പൻ ടെൻഷനായപ്പോ കിട്ടിയ പൈസ, അധ്വാനിച്ചുണ്ടാക്കിയ പൈസ, ബാങ്കിലിട്ട് എല്ലാം കൂടെ കൂട്ടി മകന് ഒരു നല്ല വീട് നിർമ്മിച്ചു കൊടുത്തു. അപ്പൊ അപ്പന്റെ ഒരു ആഗ്രഹം, അപ്പന് പ്രായമായി കഴിയുമ്പോൾ ഈ അപ്പനെ മകൻ നോക്കും. മകന്റെ കൊച്ചുമക്കളെയൊക്കെ കളിപ്പിച്ച് അവരുടെ കൂടെ ചിരിച്ചും കളിച്ചും അവരുടെയൊക്കെ കൂടെ സന്തോഷത്തോടെ ശിഷ്ടകാലം മുഴുവൻ ജീവിക്കണം എന്നുള്ളതായിരുന്നു അപ്പന്റെ ആഗ്രഹം. ഈ ഭവനത്തിൽ അപ്പൻ പണിത് കൊടുത്തതല്ലേ, മകന്റെ പേരിൽ കൊടുത്തതാണ്. മകന് അപ്പൻ പണിത് കൊടുത്ത ആ മനോഹരമായ ഭവനത്തിൽ മകന്റെയും കുടുംബത്തിന്റെയും ഒപ്പം താമസിക്കണമെന്നുള്ളതായിരുന്നു അപ്പന്റെ ആഗ്രഹം. അപ്പോ മകൻ എന്ത് ചെയ്തെന്നറിയാമോ? മകൻ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ഈ അപ്പനെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടാക്കിയിട്ട് പറഞ്ഞു, അപ്പൻ ഇനിയുള്ള കാലം ഇവിടെ സന്തോഷമായിട്ട് കഴിഞ്ഞോളാൻ പറഞ്ഞു. ഇവിടെ ഇങ്ങനെ ഒത്തിരി സന്ദർശകരൊക്കെ വരും, അപ്പൻ അവരെയൊക്കെ കാണാം, അവരൊക്കെ ആയിട്ട് സംസാരിക്കാം, ഞാനും ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഇവിടെ വന്നോളാന്ന് പറഞ്ഞു. അപ്പൻ വാസ്തവത്തിൽ വലിയ സങ്കടമായി. അപ്പൊ മകൻ പറഞ്ഞു, അപ്പം വിഷമിക്കൊന്നും വേണ്ട, അപ്പൻ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ, അപ്പനെ വളരെ പൊന്നുപോലെ ഇവര് നോക്കിക്കോളൂ, അപ്പന് ഒരു കുഴപ്പം ഇവിടെ വരത്തില്ല. അപ്പൻ ഇവിടെ സുഖമായിട്ട് ഇനിയുള്ള കാലം മുഴുവൻ ഇവര് വളരെ ശ്രദ്ധയോടെ ഈ ഇതിന്റെ ഓൾഡ് ഏജ് ഹോമിന്റെ നടത്തിപ്പുകാര് വളരെ ശ്രദ്ധയോടെ അപ്പനെ നോക്കിക്കോളും. ഒത്തിരി പേര് അപ്പനെ ഒക്കെ കാണാൻ വരും, ഞാനും ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വന്നോളാം എന്ന് പറഞ്ഞിട്ട് മകൻ പോവുക. അങ്ങനെ മകൻ പോകുമ്പോ ഈ അപ്പൻ വേദനയോടെ പറയും, ഇതാ മോനെ, എനിക്ക് ഇവിടെ ഇരിക്കാനല്ലടാ, എനിക്ക് നിന്റെ കൂടെ വരാനാ ഇഷ്ടം, എനിക്ക് നിന്റെ കൂടെ വരാനാ, എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കാനാ എനിക്കിഷ്ടം, നീ എന്നെ കൂടെ കൊണ്ടുപോകണോ മോനെ എന്ന് പറഞ്ഞിട്ട് അപ്പം കരയാറുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമ്മുടെ പള്ളികളിലൊക്കെ ദിവികാരനെയൊക്കെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് നമ്മുടെ അപ്പനെ അവിടെ കുടിയിരുത്തിയേക്ക, അവിടെ ഇരുന്നോളം പറഞ്ഞേക്കുക. പക്ഷെ നമ്മൾ പലപ്പോഴും ഇടയ്ക്കൊക്കെ അവിടെ പോയി ഇരുന്നിട്ട് പോയിരിക്കുന്നത് തന്നെ എന്തിനാ? ഇനിയും അപ്പനിൽ നിന്ന് എന്തെങ്കിലും ഊറ്റിയെടുക്കാൻ വേണ്ടില്ല, അപ്പനിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ അവിടെ പോയി ഇരിക്കുന്നത് തന്നെ. അപ്പൊ അവിടുന്ന് പോരുമ്പോ ഈ അപ്പൻ നമ്മളോട് പറയാതെ പറയുന്നുണ്ട്, എന്റെ മക്കളെ, എന്റെ സഹോദരങ്ങളെ, ഈ ദിപികാരണത്തിൽ ഇരിക്കുന്ന നമ്മുടെ അപ്പൻ നമ്മളോട് പറയുന്നുണ്ട്, മക്കളെ എന്നെ കൂടെ കൊണ്ടുപോകാനെ, എനിക്ക് നിന്റെ വീട്ടിൽ നിന്റെ കൂടെ ഇരിക്കാനാണ് എനിക്ക് താല്പര്യം, നിന്റെ വീട്ടിൽ കഴിയാനാണ് എനിക്ക് താല്പര്യം, ഞാനല്ലേ നിനക്ക് ആ വീട് കൊടുത്തതെന്ന മോനെ, ഞാൻ തന്നതല്ലേ നിനക്കുള്ളൂ, ഞാൻ തരാത്തതായിട്ട് നിനക്ക് എന്തെങ്കിലും ഉണ്ടോടാ കുഞ്ഞെ, ഞാൻ തന്നതല്ലേ എല്ലാം, എനിക്ക് നിന്റെ കൂടെ കഴിയാനാണ് ഇഷ്ടം, നിന്റെ കൂടെ നിന്റെ ഭവനത്തില് അവിടെ കഴിയാനാ എനിക്ക് താല്പര്യം, എന്നെ ഇവിടെ ഇരുത്തിയേച്ച് പോകരുത് നീ. ഈ അപ്പന്റെ അതേ അവസ്ഥയാണ് നമ്മുടെ കർത്താവ്. ഈ അപ്പന്റെ അതേ അവസ്ഥയാണ് നമ്മുടെ കർത്താവ്. ഈ അടുത്ത നാളിൽ ആരോ ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേട്ട്, നമ്മുടെ കർത്താവിന്റെ ഏറ്റവും വലിയ ദുഃഖം ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ആളില്ലാത്തതാണ്. അവിടെ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ഫുൾ ടൈം ഇരിക്കാനായിട്ട് ആളില്ലാത്തതാണ് കർത്താവിന്റെ ഏറ്റവും വലിയ ദുഃഖം. അത്ര നമ്മുടെ പള്ളികളിലൊക്കെ സക്രാരിക്കകത്ത് കർത്താവിനെ അടച്ചുപൂട്ടി വെച്ചിരിക്കുകയാണ്, മിക്കവാറും പള്ളികളിലെല്ലാം തന്നെ. അപ്പൊ കുറച്ച് പള്ളികളിലൊക്കെ ഉള്ള ഈ വിശുദ്ധ കുർബാനയുടെ പരസ്യമായിട്ടുള്ള ആരാധനയൊക്കെ നടക്കുന്നത്. ബാക്കി ബഹുഭൂരിപക്ഷം പള്ളികളിലും സക്രാരിക്കകത്ത് ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈശോയുടെ ഏറ്റവും വലിയ ദുഃഖം കർത്താവ് ഇങ്ങനെ സക്രാരിക്കകത്ത് അടഞ്ഞിരിക്കുന്നു, ആരും വന്ന് ഈശോയുടെ അടുത്ത് വന്നിരിക്കുന്നില്ല. അതാണ് ഈശോയുടെ ഏറ്റവും വലിയ ദുഃഖം. ഇവാഞ്ചലൈസേഷൻ കാര്യമായിട്ട് നടക്കാത്തതോ, ലോകത്തിൽ അനേകര് പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കെടുതികളിലും കിടക്കുന്നതോ, യുദ്ധങ്ങളിലൂടെ ഒരുപാട് മനുഷ്യർ കൊല ചെയ്യപ്പെടുന്നതോ, അനേകര് പട്ടിണിയും പരിവട്ടവുമായിട്ട് കഴിയുന്നതോ, ഇതൊന്നുമല്ല കർത്താവിന്റെ വിഷയം. ഇതൊന്നും കർത്താവിന്റെ ദുഃഖത്തിൽ പെടുന്ന കാര്യമല്ല. മറിച്ച് ഈശോയുടെ അടുത്ത് ഇരിക്കാൻ ആളില്ലാത്ത അത്രേ. വാസ്തവമായിട്ട് ഈശോ കരയുന്നുണ്ട് കേട്ടോ, വാസ്തവമായിട്ട് ഈശോ കരയുന്നുണ്ട്. കാരണം എന്നാ, ഇത് തന്നെ ഈശോയുടെ ദുഃഖത്തിന്റെ കാരണം അത് തന്നെ. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ അത് മനസ്സിലാക്കിയത്, ഈശോ ദുഃഖിക്കുന്നുണ്ടെന്നേ, കരയുന്നുണ്ട്. ഓരോ സക്രാരിയിലും ഇരുന്ന്
ഓരോ ദേവാലയത്തിലെ ഓരോ പള്ളികളിലെ സക്രാരിയിലും ഇരുന്ന് ഈശോ നെഞ്ചുപൊട്ടിക്കരയുന്നുണ്ട്. എന്താണെന്നറിയോ? മകൻ അപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഈ ഓൾഡ് ഹോമിൽ വന്നിച്ച് തിരിച്ചു പോകുന്ന അതേ അവസ്ഥ തന്നെ. അപ്പൻ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, എന്റെ പൊന്നു മോനെ എന്നെക്കൂടെ കൊണ്ടുപോടാ, നിന്റെ വീട്ടിൽ വരാനാ എനിക്കിഷ്ടം, എനിക്ക് നിന്റെ വീട്ടിൽ കഴിയാനാ ഇഷ്ടം, നിന്റെ കൂടെ ഇരിക്കാനാ എനിക്കിഷ്ടം. അങ്ങനെയുണ്ടാ കേൾക്കുന്ന മകൻ പറയും അപ്പനവിടെ ഇരുന്നാ മതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാത്രി നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാം. കർത്താവിന് പള്ളിക്കകത്ത് ആ കുഞ്ഞു വെട്ടിക്കകത്ത് അതിനകത്ത് അടയിരിക്കാനല്ല കേട്ടോ താല്പര്യം. എന്റെ നിങ്ങളുടെയും കൂടെ വഹിക്കാനാ, എന്റെ നിങ്ങളുടെയൊക്കെ കൂടെ വന്ന് വസിക്കാനാ. നമ്മളാകുന്ന ഭവനത്തിൽ നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ്. മറന്നുപോകരുത്, ദൈവത്തിന്റെ വചനം പറയാണ് നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ്, ജീവനുള്ള ഒരു ദൈവത്തിന്റെ ആലയമാണ്. ആര്? ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ വന്നിരിക്കാനാ കർത്താവിന് താല്പര്യം. അല്ലാതെ ഏതെങ്കിലും പള്ളിക്കെട്ടത്തിനകത്ത് അവിടുത്തെ ചക്രാരിക്കകത്ത് അതിനകത്ത് ശ്വാസം മുട്ടിയിരിക്കാനായിട്ടല്ല കർത്താവിന്റെ ആഗ്രഹം, നമ്മുടെ ഉള്ളിൽ വന്നിരിക്കാനായിട്ടാണ്. അത് മറന്നു പോകരുത്. നമ്മുടെ കൂടെ ഇരിക്കുന്ന കർത്താവിനെ പ്രൈസ് ദി ലോർഡ്. കുർബാന കഴിഞ്ഞിട്ട് അവിടെ വെച്ചു പോരുമല്ല വേണ്ടത്. പരിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നോളം അവിടെ വെച്ചിട്ട് പോരുമല്ല. ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കൂടെ വരുമോ അവൻ? നിങ്ങളൊരു വാഹനത്തിൽ കയറുമ്പോൾ നമ്മുടെ കൂടെ ആ വാഹനത്തിൽ അവൻ കയറുന്നുണ്ട്. നമ്മൾ ഭവനത്തിലോട്ട് വരുമ്പോ നമ്മുടെ വീട്ടിലോട്ട് അതേ കർത്താവ് കയറി വരുന്നുണ്ട്. നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കാത്തത് കൊണ്ട് നമുക്ക് അവനെ കാണാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്നിട്ടും ആ ശിഷ്യന്മാർക്ക് കർത്താവിനെ കാണാൻ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നുവെന്നാണ് എഴുതിയിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഈ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളൊക്കെ ഇതൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? കർത്താവ് ചോദിക്കുന്ന ഏത് കാര്യങ്ങള്? ഇവിടെ ഞങ്ങൾക്ക് യേശു എന്ന് പേരുള്ള ഒരാളുണ്ടായിരുന്നു, അവൻ നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തു. എന്നാൽ ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും പ്രമാണികളും ഒക്കെ കൂടി ചേർന്ന് അവനെ കുരിശിൽ തറച്ചു കൊന്നു. പക്ഷെ അവൻ ഉയർത്തെഴുന്നേറ്റെന്ന് പറയപ്പെടുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ അവന്റെ ശരീരം വെച്ചിരുന്നിടത്ത് പോയപ്പോ അവിടെ കണ്ടില്ല. അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം, കാര്യങ്ങളൊക്കെ അവർക്ക് ഭംഗിയായിട്ട് അറിയാം. പക്ഷേ കൂടെ നടക്കുന്ന കർത്താവിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇത് തന്നെയാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ അവസ്ഥ. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം. കുർബാനയെ ചൊല്ലി ഇന്ന് പൂരെ അടി നടക്കുന്നു. ഇന്ന് കണ്ടപ്പോ ഒരു വാസ്തവത്തിൽ ഒത്തിരി സങ്കടം തോന്നിട്ട്, ഒരച്ഛൻ അവിടുന്ന് പോകുമ്പോൾ നാട്ടുകാർ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ച് കൂകി വിളിച്ച് വർഗീസ് മണവാളൻ അച്ഛനെ കോരിയായിന്ന് വിടുന്നു. കോരിയായിന്ന് അച്ഛൻ ഇറങ്ങി പോകുമ്പോ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ച് വിടുന്നു. വിശുദ്ധ കുർബാനയുടെ പേരിൽ മനുഷ്യൻ തമ്മി തല്ലിക്കൊണ്ടിരിക്കുന്നു. എത്ര അതപ്പതിച്ചു പോയി നമ്മുടെ ക്രൈസ്തവ വിശ്വാസം, എന്തുമാത്രം അതപ്പതിച്ചു പോയി. ഈ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത്, എന്റെ കൂടെ ഈ ദൈവം ഈശോ എന്റെ കൂടെ ഉണ്ടെന്ന്, എന്റെ കൂടെയാണ് ഈ ദൈവം എന്ന് ആ ഒരു വെളിപ്പാട് കിട്ടുന്നവൻ അവനൊരിക്കലും കുർബാനയുടെ പേരിൽ തർക്കിക്കാൻ പോവുമോ? അവന് കുർബാനയുടെ പേരിൽ അടിയുണ്ടാക്കാൻ പറ്റുമോ? അവന് കുർബാനയുടെ പേരിൽ കഴുത്തിന് പിടിച്ച് തള്ളാൻ പറ്റുമോ? മുന്നോട്ടോ പുറകോട്ടോ തിരിഞ്ഞു നിൽക്കുന്നതിന്റെ പേരിൽ പോയി വഴക്കുണ്ടാക്കാൻ പറ്റുമോ? എങ്ങോട്ട് വേണേലും തിരിഞ്ഞേക്കുന്നത് നിങ്ങൾ, എങ്ങോട്ട് വേണേലും തിരിഞ്ഞേക്ക്. കർത്താവ് നമ്മുടെ കൂടെയല്ലേ ഇരിക്കുന്നത്, നമ്മുടെ ഉള്ളിലല്ലേ ഇരിക്കും. ഞാൻ തിരിയുന്നിടത്തോട്ട് കർത്താവ് തിരിയും. യെസ്, അതാണ്, ഞാൻ തിരിയുന്നിടത്തോട്ട് കർത്താവ് തിരിയും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വെളിപ്പാട് കിട്ടുന്നവര്, ക്രിസ്തുവിന്റെ ആ വെളിപ്പാട്, ഞാൻ പറയും, പരിശുദ്ധ കുർബാനയുടെ പേരിലുള്ള തർക്കത്തെ പ്രതി, അതിനെ പ്രതി വഴക്ക് കൂടുന്നവര്, പരസ്പരം ഭിന്നിക്കുന്നവര്, തെരുവിളിക്കുന്നവര്, അകന്നിരിക്കുന്നവര്, ഈ ഒരൊറ്റ ഒരെണ്ണത്തിന് അതാരുമായിക്കൊള്ളട്ടെ ഈ ഒരൊറ്റ എണ്ണത്തിന് അവർക്ക് കർത്താവുമായിട്ട് അവർക്ക് ഒരു ബന്ധവുമില്ലെന്നുള്ളത്. ജീവനുള്ള ഒരു ദൈവത്തെ അവർ ഇന്ന് വരെ കണ്ടിട്ടില്ല. അവർ ജീവനുള്ള ഒരു ദൈവത്തെ കണ്ടിട്ടില്ല. അതുകൊണ്ടാ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവത്തെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു എൻകൗണ്ടർ കർത്താവുമായിട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആരല്ല എവിടൊക്കെ എന്തെല്ലാം കിടന്ന് ബഹളം വെച്ചാൽ ഈ ദൈവം നമ്മുടെ കൂടെയാണ് ഇരിക്കുന്നത്. ഈ ദൈവം എന്റെ കൂടെയാണ് ഇരിക്കുന്നത്. ഈ ദൈവം നിങ്ങളുടെ കൂടെയാണ് ഇരിക്കുന്നത്. ആ ദൈവത്തെ മറന്നിട്ട്, നമ്മുടെ കൂടെ ഇരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യത്തെ മറന്നിട്ടുള്ള ആധ്യാത്മികത,
അത് വെറും ഒരു മതവിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ. ഈ മതവിശ്വാസത്തിന് നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. പൗലോസ് പറയുന്നുണ്ട് റോമാലേഖനം 8:35, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ രക്ഷപ്പെടുത്തും? ഒരു നീണ്ട ലിസ്റ്റ് പറയുക. ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, മരണമോ എന്ന് പറയണം, ഇവയ്ക്കൊന്നിനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഉള്ള ബന്ധത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ കഴിയുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. തൊട്ടടുത്ത വാക്യം 37-ാമത്തെ വാക്യം പറയുകയാണ്, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാത്തിന്റെ മേൽ നാം പൂർണ്ണ വിജയം വരിക്കും. നമ്മെ സ്നേഹിച്ചവൻ ആരാണ്? യേശുക്രിസ്തു. അവൻ മുഖാന്തരം, അവനോടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. അവൻ മുഖാന്തരം യേശുവിനെ കുറിച്ച് പറയും. യേശു മുഖാന്തരം ഒരു വ്യക്തിയോടുള്ള ആ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ മുഖാന്തരം ഈ ക്ലേശങ്ങളുടെ എല്ലാത്തിന്റെ മേൽ, ഈ സകല വേദനകളുടെ മേൽ, സകലത്തിന്റെ മേലും നാം പൂർണ്ണ വിജയം വരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ ഒരു മതവിശ്വാസിയാകാനായിട്ടല്ല കർത്താവ് വിളിച്ചിരിക്കുന്നത്. അതിനുമപ്പുറത്ത് കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ വളരാൻ വേണ്ടിയാണ്. ദൈവമക്കൾ എന്നുള്ള പദവി നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മെ ദൈവഭവനത്തിലെ അംഗങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരായി കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവനോടുള്ള ബന്ധത്തിൽ, മൂലക്കല്ലായ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ പണിയപ്പെടുന്നതാണ് ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത്. ആണ് കർത്താവിനെ തൊട്ടറിഞ്ഞിട്ടുള്ള വിശ്വാസം. ആ ഒരു തൊട്ടറിഞ്ഞ വിശ്വാസം ഉണ്ടായപ്പോഴാണ് തോമാശ്ലീഹ അങ്ങ് യെരൂശലേമിൽ നിന്ന് കൂടും കുടുക്ക എല്ലാം ഉപേക്ഷിച്ച് എല്ലാം വിട്ട് നേരെ ഈ കേരളത്തിലോട്ട് പോകുന്നതിന്റെ കാരണം എന്താ? നമ്മുടെ രാജ്യത്തേക്ക് പോകുന്നതിന്റെ കാരണം എന്താ? താൻ അറിഞ്ഞ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കണം. തൊട്ടറിഞ്ഞ ഒരു കർത്താവിനെ മാത്രമേ നമുക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റത്തുള്ളൂ. തൊട്ടറിഞ്ഞ ഒരു കർത്താവിനെ നമുക്ക് പങ്കുവെച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് അനുഭവമായി നമ്മളോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവത്തെ മാത്രമേ നമുക്ക് പങ്കുവെച്ചു കൊടുക്കാൻ, മറ്റുള്ളവരിലും അതേ ദൈവത്തെ നമുക്ക് കാണുവാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവിന്റെ സാന്നിധ്യം ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോഴോ മാത്രമല്ല, നിരന്തരമായിട്ട് ഈ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും തന്റെ സാന്നിധ്യത്താൽ നിറച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സാന്നിധ്യത്തിന്റെ ഒരു വെളിപ്പാട് ഈ വചനത്തിലൂടെ, ഈ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്ന കർത്താവിന്റെ വചനങ്ങളിലൂടെ ആ ഒരു എൻകൗണ്ടർ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി കർത്താവ് നമ്മളെ ഓരോ ദിവസവും എഫെസസ് ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ നമ്മൾ അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കണം. നമുക്ക് ഓരോരുത്തരും മൂലക്കല്ലായ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി, ആ വാക്ക് വീണ്ടും ഞാൻ ആവർത്തിക്കുക, ദൈവത്തിന്റെ വാസസ്ഥലമായി, ദൈവം വസിക്കുന്ന ഇടമായി. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും അവനോടുള്ള ബന്ധത്തിൽ നമ്മൾ പണിയപ്പെട്ടുകൊണ്ടിരിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കാൻ പോകുമ്പോഴും ഒക്കെ നമ്മൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന ആ അടിസ്ഥാന ക്രൈസ്തവ വിശ്വാസത്തിലെ ബേസിക് പ്രാർത്ഥനയാണത്, അല്ലേ? ആദ്യത്തെ പ്രാർത്ഥനയാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇതെവിടെയാണ് നമ്മൾ വെക്കുന്നത്? അന്തരീക്ഷത്തിലാണോ വെക്കുന്നത്? അല്ലല്ലോ. നമ്മൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറയുന്നത് എവിടെയാ? നമ്മുടെ നെറ്റിയില്, നമ്മുടെ ഹൃദയത്തില്, നമ്മുടെ പാർശ്വഭാഗങ്ങളിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുകയാണ് പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി
ക്രിസ്തു എന്ന മൂലക്കല്ലിൽ നാം പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യം ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി. ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യം എവിടെ? നമ്മുടെ ഉള്ളിൽ തന്നെ. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കാൻ പോകുമ്പോഴും എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുമ്പോഴും ഒക്കെ നമ്മൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നെറ്റിത്തടത്തില്, ഹൃദയത്തില്, പാർശ്വഭാഗങ്ങളിലെല്ലാം അവിടെ ആ ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഇനി ചെയ്യുമ്പോൾ ബോധപൂർവം ചെയ്യണം കേട്ടോ. ഇനി ചെയ്യുമ്പോൾ വളരെ ബോധപൂർവം തന്നെ ചെയ്യണം. ഒരു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും സ്തുതി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ത്രിയേക ദൈവത്തെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് വെക്കാമോ? ഇപ്പോൾ തന്നെ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒന്ന് നിങ്ങളുടെ ആ കരങ്ങൾ കൊണ്ട് നെറ്റിത്ത പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. എന്താ ഇതിന്റെ അർത്ഥം എന്താ? എവിടെയാണ് ഇത് വെച്ചിരിക്കുന്നത്? എവിടെയാണ് നമ്മൾ ഈ ത്രിത്വസ്തുതി വെച്ചത്? ഇതെവിടെയാണ്? നിങ്ങളുടെ ശരീരത്തിൽ. യെസ്, നിങ്ങളുടെ ശരീരത്തിൽ. നിങ്ങൾ അന്തരീക്ഷത്തെ നോക്കിയിട്ട് പറയുകയല്ല ചെയ്തത്. ഏതെങ്കിലും ഭിത്തിയിലല്ല നിങ്ങൾ വരച്ചു വെച്ചത്. ഏതെങ്കിലും ഒരു ബുക്കിലല്ല വരച്ചു വെച്ചത്. നിങ്ങൾ വരച്ചു വെച്ചത് നിങ്ങളുടെ ശരീരത്തിലാണ്. നിങ്ങളുടെ ശരീരത്തിലാണ് കൈകൊണ്ട് സ്പർശിച്ചത്. നിങ്ങളുടെ നെറ്റിയിൽ സ്പർശിച്ചു, നിങ്ങളുടെ ഹൃദയഭാഗത്ത് സ്പർശിച്ചു, ഇടത്തും വലത്തും പാർശ്വഭാഗത്തിൽ സ്പർശിക്കുക എന്ന് പറയാ. ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ശരീരത്തിലാണ് ഇരിക്കുന്നത് എന്ന്. യെസ്, നിങ്ങളുടെ ശരീരത്തിലാണ്. ഇതൊരു വെളിപ്പാടാണ്. ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ നിങ്ങളുടെ ശരീരത്തിലാണ്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആ ബേസിക് തിയറിയാണിത്. ഈ ദൈവം നിങ്ങളുടെ ശരീരത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ശരീരത്തിൽ നമ്മൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ അടയാളം വെക്കുന്നത്. അതുകൊണ്ട് ഇനി പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് ശരീരത്തിൽ അടയാളം വെക്കുമ്പോൾ ബോധപൂർവം തന്നെ അതങ്ങ് വിശ്വാസത്താൽ പറഞ്ഞോണം. എന്റെ ശരീരത്തിലാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ.